ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പിന്നെയും വന്നേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഈവനിങ് വ്ളോഗ് ആയിരിക്കും. ഞാൻ ഈവനിങ്ങിൽ എൻ്റെ ഭാവിയായിട്ട് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്ര ദിവസം വീഡിയോ എടുക്കാത്തതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ തന്നെയാണ് എൻ്റെ റീസൺ. എനിക്ക് മടി അല്ലെങ്കിൽ സമയം കിട്ടാതിരിക്കുക ഇതൊക്കെ തന്നെ. അപ്പോൾ ഇനി അധികം നമുക്ക് നീട്ടണ്ട, നമുക്ക് വേഗം പോയി ഒരു കുട്ടി ഈവനിങ് വ്ളോഗ് കണ്ടിട്ട് വരാം. അപ്പോൾ എൻ്റെ ഒരു കേസിലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എല്ലാ ദിവസവും നമുക്ക് മോട്ടിവേറ്റഡ് ആവണം എന്നില്ല. ചില ഡേയ്സ് നമുക്ക് ഭയങ്കര ഡെസ്പടിച്ച് ഡൗണായി നമ്മൾക്ക് ഒരു വർത്തില്ല എന്നൊക്കെ തോന്നുന്ന ഡേയ്സും ഉണ്ട്. പക്ഷേ ആ ഒരു ചില ഡേയ്സിൽ ഒരു റീസൺ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതാണ് നമ്മളുടെ മോട്ടിവേഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യും. ചില ദിവസങ്ങൾ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നാറില്ല, അപ്പം ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഡെയിലി ലൈഫ് റൂട്ടീൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ദിവസം. അതുകൊണ്ട് ഞാൻ വെച്ച് വന്നാൽ പിന്നെ വീഡിയോ തന്നെ എടുത്തേക്കാം, കുറച്ചൊക്കെ എഫേർട്ട് എടുക്കാം എന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചില ഡേയ്സ് എന്ന് പറഞ്ഞാണ്ടല്ലോ എനിക്കൊന്നും ചെയ്യാൻ തോന്നാറില്ല. ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു ദിവസങ്ങളായിരിക്കും ചില ഡേയ്സ്. പക്ഷെ ചില ദിവസങ്ങൾ ഞാൻ തന്നെ ആലോചിക്കും, എന്തുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല, വാ നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഇതൊരു നോർമൽ മദർഹുഡ് ഫേസ് ആണെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞാവ ഇപ്പോൾ വലുതായി വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടി ടഫായി തുടങ്ങി. മുന്നേ ഞാൻ വെച്ചത് അതാണ് ഏറ്റവും ടഫസ്റ്റ് പീരിയഡ്. പക്ഷേ അല്ല ഗൈസ്, അല്ല. കുട്ടി ക്രോൾ ചെയ്ത് തുടങ്ങി, വാക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഞങ്ങൾ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോയ അവസ്ഥയായിരിക്കും ഞങ്ങളുടെ. അപ്പം നമ്മൾ ആ ഒരു ഫേസും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ദോ കുറേ ഹേർഡിൽസും സ്ട്രഗിൾസൊക്കെ ഉണ്ടെങ്കിലും അവളുടെ ഒരു ചിരി അല്ലെങ്കിൽ അവളുടെ ഒരു പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ വി ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഇറ്റ്. എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും ഈ ഒരു സ്റ്റേജിലായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പം ഞാൻ അധികം നീട്ടുന്നില്ല. എനിക്ക് കുറേ പണികൾ അമ്മ തന്നിട്ടുണ്ട്. ചില ദിവസം വെൻ ഷീ ഈസ് നോട്ട് വെൽ, ഹാവ് ടു ടേക്ക് ഇറ്റ് ഓവർ. പക്ഷേ എല്ലാവരുടെ അമ്മമാരും സെയിം ആയിരിക്കും. നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർക്കൊരു പെർഫെക്ഷൻ ലെവലുണ്ട്. അതുവരെ നമ്മൾ എന്തായാലും എത്തില്ല. സോ പിന്നെയും അവരത് തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതി പണിയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. സോ ഞാൻ പോയി തുണി എടുക്കണം, പിന്നെ അതുകൂടാതെ തുണി എടുത്ത് വെക്കണം. മടക്കാൻ എനിക്ക് മടിയാണ്, തുണി എടുത്ത് വെക്കണം. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ കുറേ നീട്ടി. ഓക്കെ, ശരി, ബൈ. അങ്ങനെ വാവേനെ കിടത്തി ഉറക്കി നമുക്കിനി പോയി നമ്മുടെ പണികൾ ചെയ്യാം. അപ്പോൾ വാവ കുറച്ച് നേരമൊക്കെ ഉറങ്ങിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അന്വേഷിക്കും. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വേഗം പോയി തുണി എടുത്ത് വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ തുണി എല്ലാ സ്ഥലത്തും തുണി തന്നെയാണ്, ഉണങ്ങുന്നേ ഇല്ല. മഴയാണല്ലോ എല്ലാ സ്ഥലത്തും. അപ്പോൾ ഇത് അകത്തൊക്കെ നമ്മുടെ വാവയുടെ തുണിയാണ്, പുറത്ത് മൊത്തം ഞങ്ങളുടെ തുണിയാണ്. അങ്ങനെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് പോവും. അപ്പോൾ താഴെ പോകുമ്പോഴത്തേക്ക് ആൽഫ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ടാവും, നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ചായ കുടിക്കുമ്പോൾ സ്നാക്സ് കഴിക്കാമല്ലോ എന്ന് വെച്ച്. അപ്പോൾ ഇപ്പോൾ വലിയ മൈൻഡൊന്നും ഇല്ല കേട്ടോ. ബാബ വന്ന പിന്നെ ആൾ കുറച്ചൊന്ന് സെങ്കി അടിച്ചിരിക്കലാണ്. എന്തൊരു സന്തോഷം നോക്കി. എന്താ പറയാനുള്ളത് പറയൂ. അപ്പം എന്നെ കണ്ട് ഇപ്പോൾ ആളൊരു ചെറിയൊരു വ്ളോഗർ ആവാനുള്ള പ്ലാനിലാണ് തോന്നുന്നു. ഭയങ്കര ക്യാമറയിൽ നോക്കിയ ആക്ഷൻസാണ്. ഇപ്പോൾ ഇത് പുതിയതായി പഠിച്ചേക്കാനാണ് ഈ ഹാൻഡ് മൂവ്മെൻറ്റ്. അതെപ്പോൾ നോക്കിയാലും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ തുടങ്ങും. ഇത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെൻറ്റ്. അപ്പം ഞങ്ങളുടെ ടീ ടൈമിലല്ല ഞങ്ങൾക്ക് മീൽ കൊടുക്കുന്നത്, കുറച്ചും കൂടി ലേറ്റ് ആവും. ഒരു 7ൻ്റെ ഉള്ളിൽ എന്തായാലും കൊടുക്കും. എന്നാലും രാത്രി അവർക്ക് ഒന്ന് വയറ് ഫുള്ളായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ കടിച്ച് പൊട്ടിച്ച് താഴെയിടുക, ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. അപ്പം ഞാനും ആ ടൈം കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഓരോരോ പണികളാണ് അവളുടെ ഒപ്പം ചെയ്താലേ ഇരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഇരുന്ന ബിസ്ക്കറ്റൊക്കെ മാക്സിമം ട്രൈ ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കളിക്കണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ താഴെ വിടാനുള്ള വാശി. അപ്പോൾ താഴെ വിട്ടാൽ കുറച്ച് നേരം അവളോട് ഇരുന്ന് കളിച്ചോളും തനിയെ. അപ്പം നമുക്കിനി ഷുഡുവിന് വേണ്ടിയില്ല ഈവനിങ് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അവിടെ കളിക്കുകയാണ്, എൻ്റെ ഒച്ചപ്പാടും ബഹളമാണ്. അവിടെ എന്നെ നോക്കുന്നുണ്ട്. അപ്പം ഇത് ഓൾറെഡി ഞാൻ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്.
ചെറുതായിട്ടൊന്ന് വീഴാൻ പോയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയി കാണും. നമുക്കിത് എന്തായാലും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുഞ്ഞിൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ഇയാൾക്ക് കൊടുക്കാം. ചിലപ്പോൾ ഇപ്പോൾ കഴിക്കില്ല, ബിക്കോസ് ആളുടെ വയറ് നിറഞ്ഞിരിക്കുക പാൽ കുടിച്ചിട്ട്. അപ്പോൾ ഓൾറെഡി എല്ലാം പ്രിപ്പയർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് സന്ധ്യയായി. അപ്പോൾ ഇനി വിളക്ക് എത്തിച്ചിട്ട് അവൾക്ക് ബാക്കി ഫുഡ് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് വിളക്ക് എത്തിക്കാം. സന്ധ്യയായി. അമ്പുട്ടി സ്വാമി തൊഴണ്ടേ. ബാക്കിൽ ആൽഫ അവിടെ എല്ലാവിധ കുറുമ്പും കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശുഭം ഭവതു കല്യാണം. എത്ര ഓർമ്മത് കിട്ടിയത്? ശുഭം ഭവതു കല്യാണം, ആയുരാരോഗ്യവർദ്ധനം, സർവശത്രുവിനാശാനാം, സന്ധ്യാദീപം നമോസ്തുതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ. നമ്മൾ പച്ചപ്പൻ തൊട്ടി. ഇരുന്നോളൂ. യെസ്, ചക്കയാക്കിട്ടുണ്ട്. തല തിരിച്ചു. എന്തിനാ ദേഷ്യം? എന്തിനാ ദേഷ്യം? എന്തിനാ ദേഷ്യം? ഇത് മതിയോ? ഇത് ഇത് എന്നാ എന്നാ അവള് കുടിച്ചോണ്ടിരുന്ന കരിക്ക് ഞാൻ കുടിച്ചു. അതിനുള്ള ദേഷ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ആ കരിക്ക് റീഫിൽ ചെയ്ത് കൊടുക്കാം. ഇതാണോ നോക്കിയേ? ഇതായിരുന്നോ വേണ്ടേ? പറയണ്ടേ? അപ്പോ തരാ. അമ്മ കുടിച്ചോട്ടെ. പ്ലീസ് അമ്മ കുറച്ച് കുടിച്ചോട്ടെ. അപ്പോ പരാതി പറയണെന്തിനാ? മതി, ഫിനിഷ്. അമ്മ കുടിച്ചോട്ടെ പ്ലീസ്. ഫിനിഷ്. അപ്പം കണ്ടല്ലോ. അയ്യോ, ഇതാണ് ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇനി ഞാൻ മടക്കിയ തുണികൾ, ഞാൻ മടക്കിയതല്ല, സോറി, എൻ്റെ അമ്മ മടക്കിയത്. ആ തുണികളൊക്കെ എടുത്ത് വെച്ച് അവൾക്ക് ഡ്രസ്സും കൂടി എടുത്തിട്ട് പോകാം. അങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ കഴിഞ്ഞ് ആൾ കിടന്നുറങ്ങി. ഇനി ചിലപ്പോൾ ഒരു 8 or 9 ഒക്കെ ആയിട്ട് എഴുന്നേക്കുള്ളൂ. അങ്ങനെ ഗൈസ്, നമുക്ക് ഈവനിങ് സ്കിൻ കെയറിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഞാൻ ഈവനിങ് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്? ഒട്ടും അല്ല. എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഫേസ് വാഷ് മാത്രമായിരിക്കും. അത് കിട്ടുന്ന ക്രീം എടുത്ത് പരട്ടും. അപ്പം നോർമലി ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഈ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യാറ്.
അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഭാവിക്ക് യൂസ് ചെയ്യുന്ന സെറ്റപ്പിൽ തന്നെ എടുത്തുകൊണ്ടിരിക്കും. ഇതിനുള്ള ടൈം എനിക്ക് കിട്ടാറുള്ളൂ. പക്ഷെ ചില ടൈം ലൈക്ക് മീ ടൈം എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് നോർമലി അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ മോസ്റ്റ്ലി എനിക്ക് ആ മീ ടൈം എൻജോയ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഇതും ഫോളോ ചെയ്യാറുണ്ട് ഈ സ്കിൻ കെയർ. സോ ഞാനിവിടെ പോൺസിൻ്റെ തന്നെയാണ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഒന്നും അല്ല കേട്ടോ. ഞാൻ മുന്നേ നീമിൻ്റെ ഹിമാലയ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ മേടിച്ച പിന്നെ ഭയങ്കര ഈവൻ ചെറിയ രീതിയിൽ യൂസ് ചെയ്താൽ തന്നെ ഭയങ്കര ഫോം ആവുന്നതാണ്. ഇതെല്ലാം സ്കിൻ ടൈപ്പിനെ പറ്റണമെന്നില്ല. എൻ്റെ ഓയിലി സ്കിന്നാണ്. എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതെ, ഇത്ര എടുക്കുന്നുള്ളൂ. ഇത്ര എടുത്താൽ തന്നെ ഇത് ഭയങ്കര ഫോമാണ്. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടതാണ് പോൺസിൽ നിയാ സിനിമയിലുള്ള പ്രൊഡക്റ്റാണ്. ആൻഡ് അത്യാവശ്യം ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരുന്നുണ്ട് ഫേസിൽ. യൂസ് ചെയ്യുന്നതാണ് ടോണർ. സോ ജസ്റ്റ് ഞാൻ ടോൺ യൂസ് ചെയ്യുന്നു. അപ്പോൾ ടോണർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ക്രീം തേക്കുന്ന പോലെ ഒരിക്കലും ആവരുത്. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ടോണർ ഒന്ന് സ്കിന്നിലേക്ക് ഒബ്സർവ് ആവാൻ വേണ്ടി. വാട്ടർ ആയതുകൊണ്ട് അത് കുറച്ച് നേരമെങ്കിലും എടുക്കും. അപ്പോൾ അത് ഒബ്സർവ് ആയതിനു ശേഷം നിങ്ങൾക്ക് സെറമും മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസ് സിറം യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡോട്ട് ആൻഡ് കീനിയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം വൈറലായിട്ടുള്ള പ്രൊഡക്റ്റാണ്. എനിക്ക് നന്നായി തോന്നി. യൂറോപ്യൻ ടെക്സ്ചറാണത്. എൻ്റെ എവറി ടൈം ഫേവറേറ്റ്, ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്ന പോലത്തെ പ്രൊഡക്റ്റാണ്. എൻ്റെ ഒരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ നോർമലി ജെൽ ബേസ്ഡ് പ്രൊഡക്റ്റാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കമ്പയർ ടു ക്രീം ബേസ്ഡ്. അപ്പോൾ എനിക്കിത് കുറേ വർഷമായി. ഐ ഫീൽ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ്. പോൺസിൻ്റെ മോയ്സ്ചറൈസർ നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യും. ഒരു സെറം ടച്ചും ഉണ്ട്. പിന്നെ ലൈറ്റ് ജെൽ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് സൂപ്പർ ലൈറ്റ് ജെൽ. ആൻഡ് ഇറ്റ് സൂപ്പർ ലൈറ്റ് ജെൽ. ആൻഡ് ഇതൊരു ഗ്ലോ വരുത്തും, നാച്ചുറൽ ഗ്ലോ. ടു ബി വെരി ഫ്രാങ്ക്, കാണാൻ വേണ്ടി. സോ ദിസ് ഈസ് എ നാച്ചുറൽ ഗ്ലോ. സോ എൻ്റെ നൈറ്റും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കിൻ കെയറും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ് വ്ലോഗ് കഴിഞ്ഞു. നൈറ്റായി. ഇനിയിപ്പോൾ ഡിന്നർ ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക, അതൊക്കെ തന്നെ. അവൾ എന്തായാലും ഉറങ്ങി. അപ്പോൾ ഇനി എഴുന്നേറ്റ് അവൾ ജസ്റ്റ് ഒന്ന് റെഡിയായി ഒന്ന് ഓക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അടുത്ത് ഉറങ്ങാനുള്ള ടൈമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയും ഉണ്ടായല്ലോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഇതൊക്കെ ചെയ്തേക്കാം. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വരാം. ഇതേപോലത്തെ ഞാൻ വെറൈറ്റി വീഡിയോസായിട്ട് വരാം. ഇത് വെറൈറ്റി ഒന്നും അല്ല കേട്ടോ, ഇത് നോർമൽ യൂഷ്വൽ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വെച്ചൊരു ഈവനിങ് വ്ളോഗ് എടുത്തേക്കാം. എന്തായാലും ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി എൻ്റെ ഷോർട്സ് ഒന്നും കാണാത്തവർ വേഗം പോയി കാണുക. അതിൽ ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ബേബിക്ക് കൊടുക്കുന്ന മീലും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരി, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.